നിർബന്ധമുണ്ട്. നമ്മൾ ഒരു ആൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പം എനിവേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ഇത് വയ്ക്കുക. നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരിൽ ഒരു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. മനസ്സിലായി? അതായി തീരട്ടെ. ലൈറ്റ് നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ഓക്കെ, പ്രകാശിക്കുമ്പോൾ എന്ത് പറ്റും? ഇരുൾ മാറിപ്പോവും. ഇരുളും വെളിച്ചവും തമ്മിലൊരു വേർതിരിവുണ്ടായി. ഓക്കെ, അടുത്ത നമ്മൾ കാണുന്ന വൈക്ര എലോഹിം എന്നുള്ള വാക്കാണ് കാണുന്നത്. ഓക്കെ, വൈക്ര എലോഹിം എന്ന് പറയുന്നത് ഈ വൈക്ര എന്ന് പറഞ്ഞാൽ ഗാഡ് ഖാറ എന്ന് പറയുന്നത് ഗോഡ് കോൾഡ്. ബാറ നമ്മൾ വായിച്ചു, ഗാഡ് ക്രിയേറ്റഡ്. ബാഡ അവിടെ ഖോഫ് ഇടുമ്പം ഖാറ. മനസ്സിലായി? ഗാഡ് കോൾഡ് us. മനസ്സിലായി? ദൈവം ഇപ്പം നമ്മളെ വിളിക്കാൻ പോവാം. ഗാഡ് കോൾഡ് us. ഈ വൈക്ര എന്നുള്ള വേർഡാണ് എക്സോഡസിൻ്റെ ഹീബ്രു. എങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് അന്ധകാരവും പാപവും എന്ന് പറഞ്ഞാൽ ഒരു ഈജിപ്തിൻ്റെ ഒരു സിംബലിസമാണ്. ഈജിപ്റ്റ് അന്ധകാരവും ഇതാണല്ലോ പറയുന്നത്. അതൊരു സിംബലിസം. മനസ്സിലായി? ഒരു ആത്മീയ സിംബലിസമാണത്. അതേപോലെ നമ്മൾ പറയാറുണ്ട് അന്ധകാരം പാപമാണ്. നോ അല്ല. ഇപ്പോൾ ഈ ഇവിടെ പറയുന്നത് അതൊരു സിംബലിസം മാത്രമേ ഉള്ളൂ, ഉപമ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഈ മിസ്രൈമിൽ നിന്ന് വിളിച്ച് പുറപ്പെടുവിച്ചു. ദൈവം നമ്മളെ വിളിച്ചു. ഓക്കെ, പേര് ചൊല്ലി വിളിച്ചു. മനസ്സിലായി? ഗോഡ് കോൾഡ് us by as our name. നമ്മളെ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുന്ന പോലെ. വൈക്ര എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എക്സഡസ്. ഓക്കെ, അപ്പം വൈക്ര എലോഹിം, ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ ഇതാക്കി. ഓക്കെ, വൈക്ര. അടുത്ത വരെ ലാ ഓർ യോം. എന്ത് വിളിച്ചു? വെളിച്ചത്തെ ദിവസം എന്ന് വിളിച്ചു. ദൈവം വെളിച്ചത്തെ യോം എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ ഈ ഒരു ദിവസം, ഈ യോം എന്ന് പറയുന്നത് 24 ഡേ അല്ല. ഓക്കെ, വെളിച്ചം എന്ന് പറയുന്നത് 24 ഡേ അല്ല. ഓക്കെ, അത് ഓർത്തോണം. 24 ഒരു വെളിച്ചം, ഇപ്പുറത്തെ ഇരുള്, അതിന് നടുക്ക് നമ്മുടെ പ്ലാനറ്റ് ഇരിക്കുന്നേ ഉള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഇരുന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു, 2 സ്ഥലത്താക്കി, നടുക്ക് നമ്മുടെ പ്ലാനറ്റ്. ആ രീതി കാണണം. ഓക്കെ, ഇനിയും വരാൻ പോകുന്നുണ്ട്, 24 ഡേ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വേ ലാ ഹോഷേക്ക് കറ ലായില്ല എന്ന് കഴിഞ്ഞാൽ ഇരുളിനെ വിളിച്ചു നൈറ്റ് എന്ന്. മനസ്സിലായി? ഇരുളിനെ നൈറ്റ് എന്ന് വിളിച്ചു. നൈറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി വെളിച്ചം, ഇരുളിൻ്റെ വെളിച്ചമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇരുളി പ്രകാശിക്കുന്ന ഒരു വെളിച്ചമെന്ന് മാത്രമേ ഉള്ളൂ നൈറ്റ്. ഓക്കെ, എന്നോട് നിങ്ങൾ ഡിസഗ്രി ആയിരിക്കും, ഇറ്റ്സ് ഓക്കെ. മനസ്സിലായി? അപ്പം വേ ഹൊഷേക്കിനെ, ഡാർക്ക്നെസ്സിനെ ദൈവം എന്ത് വിളിച്ചു? നൈറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, നൈറ്റ് എന്ന് വിളിച്ചിട്ട് അത് കഴിഞ്ഞ് വരുന്നതാണ് വയഹി. ഈ വയഹി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു. ഹൈറ്റാകുന്ന പറഞ്ഞ ഒരു പഠിച്ചല്ലോ. എന്തോ ഹയാന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ എ വെസൽ, ടാഹെന്ന് പറഞ്ഞാൽ വെസൽ, ലൈഫ് ഇൻ എ വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ടാഹ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഹയ്യ എന്നുള്ളതിൻ്റെ ഹാ എടുത്ത് മറ്റേ വൈഹി. ഓക്കെ, വൈഹി ടു ബി എന്നൊക്കെ ഉള്ള ഒരു അപ്പം വൈഹി യേരേവ്, വൈഹി ബോക്കേർ യോം എഖാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദെയർ വാസ് ഈവനിങ്, ദെയർ വാസ് മോർണിംഗ് ഫസ്റ്റ് ഡേ. യേരേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്, ബോക്കേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ്, യോം എന്ന് വെച്ചാൽ ദിവസം, 1-ാം ദിവസം. ഇപ്പം 24 hours ടൈം പീരീഡായി. ഓക്കെ, അപ്പം യോം എന്ന് പറയുന്നത് ഈ യോം എന്ന് പറയുന്ന ഒരു ദിവസമല്ല,
അതൊരു ഒരു ഒരു അതിനെന്താ പറയുന്നത്, കുറച്ച് നേരത്തേക്കുള്ള ഒരു ടെമ്പററി ഇലുമിനേഷൻ ടൈം എന്നാണ്. അതേപോലെ തന്നെ ലൈല എന്ന് പറഞ്ഞാൽ നൈറ്റിനെ, അതും ഒരു ടെമ്പററി കുറച്ച് നേരത്തേക്കുള്ള ഒരു ഒരു സമയമുള്ളൂ. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ക്രിസ്തീയ വേ വരുമ്പം ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ദൈവമാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചം നമ്മൾ പ്രകാശം. ആൻഡ് നൗ വെൻ നമ്മൾ ഡാർക്ക്നെസ്സിലായിരുന്നു, നമ്മളെ കിങ്ഡം ഓഫ് ലൈറ്റ്, കിങ്ഡം ഓഫ് ഗാഡിലോട്ട് കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നൗ വി ആർ ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ ഒരു ലൈറ്റ് ഓഫ് ദ ഇതായിട്ട് പ്രകാശിക്കണം. ഓക്കെ, അപ്പോൾ യോന അപ്പം അത് പിന്നെ അടുത്തത് 1 തെസ്സലോനിയൻ്റെ അകത്ത് പറയുമ്പോൾ നമ്മൾ പകലിൻ്റെ പകലിൻ്റെയും മക്കളായി നടക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇത് ഗ്രീക്ക് ഭാഷയിൽ വരുമ്പം കൈറോസും ക്രോണോസുമായിട്ട് രണ്ട് ഇത്. കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻറ്റഡ് ടൈമായിട്ടാണ് പറയുന്നത്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ സമയം. മനസ്സിലായോ? അപ്പം ഇതെങ്ങനെ 24 മണിക്കൂർ സമയമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യോം എന്ന് പറയുന്നത് ഒരു ഇത് വെളിച്ചം, രാത്രി, അതിൻ്റെ നടുക്ക് നമ്മൾ. ഓക്കെ, ഇനി ഇത് കറങ്ങി തുടങ്ങുമ്പോഴാണ് വരുന്നത് ഈവനിങ്, മോർണിംഗ്. മനസ്സിലായോ? പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ, ഈവനിങ് യഹൂദന്മാരുടെ ഈവനിങ് ഒരു ദിവസത്തിൻ്റെ തുടങ്ങും, നൈറ്റാണ് വരുന്നത്. പക്ഷേ സാംസ് ഒന്നാം സങ്കീർത്തനം നിന്ന് വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ നടക്കാതെ പാവയുടെ വഴി നിൽക്കാതെ പരിഹാസത്തെ ഏർപ്പെടുത്തിയിരിക്കാതെ അവിടെ യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കും. പകലും അത് നേരെ ഓപ്പോസിറ്റായി, ഡേ ആൻഡ് നൈറ്റായി. മനസ്സിലായോ? അപ്പം അതൊരു മാറി വന്നു. പക്ഷെങ്കിൽ ഇവിടെ എ രേവ് എന്ന് പറയുമ്പം മോർണിംഗും അല്ല വെളിച്ചവും അല്ല, ലൈറ്റും അല്ല, ഡാർക്ക്നെസ്സും അല്ല. മനസ്സിലായോ? ഒരു രേവിന് ഈവനിങ് ടൈം ഏതാ? ആദ്യം മോർണിംഗും ഒരു വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള മിക്സ്ചർ സമയം ആയി വരിക. മനസ്സിലായോ? അപ്പോൾ സമയങ്ങൾ 4ആയിട്ടായി വരിക. ഒന്ന് വെളിച്ചം, ഒന്ന് ലൈറ്റ്, ഡാർക്ക്നെസ്, ഈവനിങ്, മോർണിംഗ്. ഓക്കെ, അങ്ങനെ 4ആയിട്ട്. അപ്പോൾ സമയങ്ങളും ഇപ്പം യഹൂദന്മാരോട് ചോദിച്ചാൽ 2 സമയമേ ഉള്ളൂ, 2 സീസണേ ഉള്ളൂ, വിൻ്ററും സമ്മറും. പക്ഷെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടവും ഉണ്ട്, സ്പ്രിങ്ങും ഉണ്ട്. മനസ്സിലായി? എന്ന് പറയുന്ന പോലെയുള്ള ഇതാണ്. മനസ്സിലായോ? അപ്പം ഒരു സർക്കിളിലാക്കുക. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈവനിങ് എന്തുവാ വരുന്നത്, ഈവനിങ് വരുമ്പം ആദ്യം വെളിച്ചം പിന്നെ ഇരുട്ട്. മനസ്സിലായി? വെളിച്ചം ഇരുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ബൊക്കെയർ മോർണിംഗ് വരുന്നുണ്ട്. എവിടെ? ഇരുള് പ്രഭാതത്തിലേട്ട് വരുന്ന ഒരു സമയം. ഓക്കെ, ഇപ്പോഴാണ് നമ്മുടെ പ്ലാനറ്റ് റോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയും, നേരത്തെ റോൾ ചെയ്ത് ദൈവം എല്ലാം റോൾ ചെയ്തിട്ടുണ്ടാക്കി. പക്ഷേങ്കിൽ ഈ ബൈബിളിലെ വേർഡ്സ് വരുമ്പം ഇപ്പോഴാണ് റോൾ ചെയ്യാൻ പറ്റിയത്. ഈ യോമ അത് കഴിഞ്ഞ് പറയുന്ന ദിവസം എന്തോ യോം ഏഖാദ്, 1-ാം ദിവസം. മനസ്സിലായോ? 1-ാം ദിവസം ഇപ്പോഴാണ് വരുന്നത്. ദിവസം 1 ഇപ്പോഴാണ് വരുന്നുള്ളൂ. പക്ഷേ പലരും ബെറഷീറ്റ് ഇനി എന്തോ 1-ാം ഇതായിട്ട് കാണുക. ബെറഷീത്തും യോമും ഏഖാദും ഒന്നല്ല. ബെറഷീത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഹെഡ് ഓഫ് ദ ഇത് മനസ്സിലായോ, ഹെഡ് ഓഫ് ദ ഹൗസ്. അതിൽ 1-ാം ദിവസം വരുന്നുള്ളൂ. ദൈവത്തിൻ്റെ കിങ്ഡമായിട്ട്, ദൈവത്തിൻ്റെ ഒരു ഷെക്കായന അല്ലെങ്കിൽ ഷെക്കായനക്കകത്തുള്ള ഒരു കിങ്ഡമാണ് ദൈവത്തിൻ്റെ. ആ കിങ്ഡം ഒരു മൽക്കൂത്ത്. മനസ്സിലായോ? മൽക്കൂത്തിൻ്റെ അകത്തെ ഒരു ഹൗസായിട്ട്, ദൈവത്തിൻ്റെ ഒരു വീടായിട്ട്, ആ വീട്ടിൽ 1-ാം ദിവസമായി വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത്
തലസ്ഥാനം, ആ ഒരു വീട്ടിലെ ഒന്നാം മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഹൗസിലെ ഒന്നാമത്തെ പ്രസിഡൻറ്റ്, മനസ്സിലായി എന്ന് പറയുന്നത്. ഒന്നാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, രണ്ടാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, മൂന്നാം പ്രസിഡൻറ്റ് ഇന്ന ചെയ്തു, മനസ്സിലായി? അതേപോലുള്ള രീതി. അപ്പം അതാണ് വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ, ഇപ്പോൾ ഇത്രയും നേരം ഇത് ചെയ്തല്ലേ, ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ആകത്തുക എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതെന്തോ നോക്കാം, നമ്മൾ ഇന്ന് പഠിച്ചെന്തോ നോക്കാം. ഒന്നാം ദിവസത്തെ പറ്റി വയോമേർ എലോഹിം യഹി ഓർ വഹി ഓർ ലെറ്റ് ദെർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടാകും. അന്ധകാരത്തിൽ കിടന്ന നമ്മളിലായിട്ട് ദൈവം ഒരു വെളിച്ചം അയച്ചു. ഓക്കെ, ആ വെളിച്ചം നമ്മളിൽ വന്നു. വെളിച്ചം വന്നത് മാത്രമല്ല, ദൈവം ആ വെളിച്ചം നല്ലതെന്ന് കണ്ടു. മനസ്സിലായോ? നമ്മളിൽ വന്ന വെളിച്ചം നല്ലതെന്ന് കാണാൻ ഏതൊരു പർപ്പസിന് നമ്മളിൽ ദൈവം വെളിച്ചം അയച്ചു, ആ പർപ്പസ് ദൈവത്തിൻ്റെ ഹിതത്തിന് അനുരൂപരാകാൻ വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആ ഒരു പർപ്പസ് നടക്കുമ്പോഴാണ് ദൈവം ഗുഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? എന്ന് പറയുന്നില്ല, ഇവിടെ ലൈറ്റ് എന്ന് വിളിച്ചു. ലൈറ്റിനെ നല്ലതെന്ന് കണ്ടു. അപ്പോൾ ലൈറ്റിനെ എന്തെടുത്തു? ആ ഇരുളിൽ നിന്ന് മാറ്റി. ആ പാപമായ അവസ്ഥയിൽ നിന്ന് മാറ്റി ആ ലൈറ്റിനെ നമ്മളെ ഇനി അടുത്ത നമുക്ക് ദൈവം. അപ്പം നമുക്കെല്ലാം കൂടി ഇനി അവസാനമായിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, ദൈവം നമ്മളെ അന്ധകാരത്തിൽ കിടന്ന നമ്മളിലേക്ക് വെളിച്ചം വന്നു. വെളിച്ചം ഇരുളിനെ മാറ്റി ഒരു പർപ്പസ്, നമുക്കൊരു ഒരു പർപ്പസ് വന്നു. ആ പർപ്പസ് എന്തുവാ? ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിവർത്തിക്കുക. ഓക്കെ, ആ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിവർത്തിച്ച് കാണുമ്പോൾ ഓ ഇറ്റ്സ് ഗുഡ്, ബ്യൂട്ടിഫുൾ, ഹാർമണി, ടിഫേററ്റ്, വഴക്കുണ്ടാകുമല്ല, മനസ്സിലായി? അപ്പുറത്തെ ആളിനെ സെപ്പറേറ്റ് ചെയ്യില്ല. നമ്മുടെ റോൾ എന്തോ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് പ്രവർത്തിക്കുമ്പോൾ ക്ലാരിറ്റി വരുത്തുക. നമ്മളുടെ ജീവിതം എന്തോ ഉദ്ദേശം, ആ ക്ലാരിറ്റി വരുത്തിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായോ? അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം കാണുമ്പോൾ ഓക്കെ ഗുഡ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തിന് മോർണിംഗായി, സന്ധ്യയായി, ഉഷസ്സായി, ഒന്നാം ദിവസം. ഓക്കെ, അപ്പം ഇതിനു മുമ്പേ എൻ്റെ സ്റ്റോറേജ് എനിക്കൊന്ന് ഒത്തിരി വലുതായെന്ന് തോന്നി. ഫയൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പകുതി അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് ഇടുന്നത്. ഓക്കെ, അടുത്തത്. അപ്പം മനസ്സിലായല്ലോ എന്തോ പറഞ്ഞത്, എങ്ങനെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെളിച്ചം ഇരുളും തമ്മിൽ വേർതിരിച്ചു. എന്നിട്ട് വെളിച്ചത്തെ ലൈറ്റായിട്ടും ഇരുളിനെ രാത്രിയായിട്ടും വെച്ചിട്ട് ഭൂമി പ്ലാനറ്റ് കറങ്ങി തുടങ്ങി. ഓക്കെ, ഈവനിങ്ങായി, മോർണിംഗായി, ഒന്നാം ദിവസം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, ഇന്നത്തെ സന്ധ്യാസമയം ഞങ്ങൾ അല്പനേരം ദൈവമേ അച്ഛനിൽ നിന്ന്, അച്ഛൻ്റെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഇടയാക്കിയല്ലോ. ദൈവമേ, ഞങ്ങളുടെ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും, ദൈവമേ അച്ഛൻ ഞങ്ങളെ എന്തിനു ക്രിയേറ്റ് ചെയ്തോ ആ ക്രിയേറ്റ് ചെയ്ത പർപ്പസ്ഫുള്ളിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തെറ്റിപ്പോവാൻ ഇടയാക്കല്ലേ. ഞങ്ങളാരെന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാവണമേ. ആ പർപ്പസിൻ്റെ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും മായകളിലും ഒന്നും പെട്ടു പോകാതെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുവെന്ന് തിരിച്ചറിയാണ്ടാക്കണമേ. അന്ധകാരത്തിൽ കിടന്ന് ഞങ്ങളെ സൽഗുണ ഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഗത വിശുദ്ധവംശമായി ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അന്ധകാരത്തിലായിരുന്നു ഞങ്ങളെ ദൈവത്തിൻ്റെ കിങ്ഡത്തിലോട്ട് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്തല്ലോ. ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അതിപ്രകാരം ജീവിപ്പാൻ, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ സെപ്പറേഷൻ എവിടെയൊക്കെ വെക്കണോ അവിടെയൊക്കെ ഞങ്ങൾക്ക് ആ ക്ലാരിറ്റി വരുത്താണ്ടാക്കണമേ. ഞങ്ങൾ ആരാന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് വരുവാണ്ടാക്കണമേ. ഞങ്ങളിലൊരു ക്ലാരിറ്റി ഉണ്ടാവാണ്ടാക്കണമേ. ഞാനാരാ, ഞാൻ എന്തിനെ എന്നെ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ഉദ്ദേശം എന്തുവാ, ഞാൻ എന്തിനാണ്
ഞങ്ങളൊരു ദൈവത്തിൻ്റെ വെളിച്ചമായി തീരുവാനാക്കണമേ. ദൈവത്തിൻ്റെ വെളിച്ചം ഞങ്ങൾ പ്രകാശിക്കുമ്പം ഞങ്ങളായിരിക്കല്ലേ ക്രിസ്തുവിനെ ആയിരിക്കണമേ കാണുന്നത് ഉണ്ടാക്കണമേ. ഒരിക്കലും ഒരു ക്രെഡിറ്റും ഞങ്ങൾക്ക് എടുക്കുവാനാക്കല്ലേ. സകല മാനം മഹത്വം ഞങ്ങൾക്ക് അപ്പച്ചനെ കൊടുക്കുവാനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കേട്ട വചനങ്ങളൊന്നും ആർക്കും ഒരു ദോഷത്തിനോ സങ്കടത്തിനോ ആയി തീരുമാനാക്കില്ലേ. കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരുമാനാക്കണമേ. അനേക പേർക്ക് ഇത് അനുഗ്രഹമായി തീരുമാനാക്കണം. വചനത്തെ സ്നേഹിക്കാനും ഈ ദൈവത്തെ തിരിച്ചറിയാൻ ദൈവമേ പാപികളായ ഞങ്ങളെ ദൈവമേ വിളിച്ച് ദൈവത്തെ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനും അല്ലെങ്കിൽ ദൈവത്തിലെങ്കിലേക്ക് കടന്നു വരുവാനും ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലമാനം മഹത്വ ശക്തി രാജ്യം കൃപ സകല ജീവിച്ചാൻ തന്നെ ആമേൻ.